ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വയനാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിയാടി ചുരം വഴിയാണ് ഞങ്ങൾ വയനാടേക്ക് പോകുന്നത്. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കുറ്റിയാടി ചുരമൊക്കെ കയറുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. ചുരമൊക്കെ കയറി മുകളിൽ എത്തിയപാട് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് കണ്ടൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഇല എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ്. ഓൾറെഡി സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്ന വഴിയൊക്കെ രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് റീച്ച് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിതാ റൂമിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് റൂം ടൂർ ഞാൻ നടത്താൻ പോവുകയാണ്. നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അത്യാവശ്യം വലിയൊരു കബോർഡ് നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാൽക്കണിയാണ്. നമുക്കിനി ബാൽക്കണിയിലേക്ക് പോവാം. നമ്മുടെ റൂമിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ബാണാസുര സാഗറിൻ്റെ ഒരു സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഈ വിഷ്വൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. പക്ഷേ അവിടെ നിന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ കണ്ണിന് മുന്നിൽ ഇങ്ങനെ ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്ഥലവും അതിൻ്റെ സൈഡിലൂടെ നമുക്ക് ബാണാസുര സാഗർ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണാൻ പോവാം. അതായത് നമ്മുടെ റൂമിൻ്റെ ടോയ്ലറ്റ്. നമുക്ക് എവിടെ റൂം എടുത്തു കഴിഞ്ഞാലും ടോയ്ലറ്റ് നീറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മൊത്തം പോകില്ലേ. ഇവിടെ എന്തായാലും അങ്ങനെയൊന്നുമല്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആയിരുന്നു. ഇതൊന്നും കൂടാതെ നമുക്ക് റൂമിൽ തന്നെ കെറ്റിലും 2 ബോട്ടിൽ വെള്ളവും പിന്നെ ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. റൂമിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ടെറസിലേക്കാണ്. ടെറസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും എന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈവനിങ് ടൈമിലായിരുന്നു മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൺസെറ്റിൻ്റെ ടൈമായിരുന്നു, നല്ല കാറ്റായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി വയനാട് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലാണുള്ളത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും അല്ലേ. ഞങ്ങൾ പിന്നെ ബൈക്ക് എടുത്ത് ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടെ ഒരു ചായയും കുടിക്കണം. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഈ ബാണാസുര സൈഡിലേക്കൊക്കെ നമുക്ക് പോകാൻ കുറേ ഇടവഴിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു വഴി ഇങ്ങനെ പോയി നോക്കിയപ്പോഴാണ് കുറച്ച് ഈ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ആക്സസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ വഴിയൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വഴി നേരെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കായിരുന്നു എൻഡായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ആ പ്ലാനൊക്കെ ഉപേക്ഷിച്ച് നേരെ ചായക്കട നോക്കാമെന്നുള്ള പ്ലാനിൽ തിരിച്ചു പോവാണ്. അടുത്തതായിട്ട് ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു കട കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ടാസ്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയി കഴിഞ്ഞപ്പം ഒരു ചെറിയ ഹോട്ടൽ കണ്ടു. നല്ല മുരിഞ്ഞ 2 പഴംപൊരിയും ബീഫ് ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ചിക്കൻ ഡ്രൈ ഫ്രൈയും കൂടെ 2 ചായയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. രാത്രി ടെറസിൽ നിന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ്. ആകാശം നല്ല രീതിയിൽ കാണാമെന്നുള്ളതല്ലാതെ രാത്രി പ്രത്യേകിച്ച് അവിടുന്ന് കാര്യമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങോട്ടേക്കൊന്നും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ദൂരെയുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് വിസിബിൾ ആയിരുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന നിർവാണികയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി ഒന്ന് ഫ്രഷായി. എന്നിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ 2 പേരും പാൽ പൊറാട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ ചായയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ചായ എന്ന് പറയുന്നത് ഭയങ്കര ജീവനാണ്. ഞാനൊരു ടീ പേഴ്സണാണ്. എപ്പം ചായ കിട്ടിയാലും കുടിക്കാൻ ഓക്കെയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ചായ വേണേലും കുടിക്കാനും റെഡിയാണ്. അയ്യോ, ഫുഡിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല പൊറാട്ട, അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു.
കൂടെ നമുക്ക് ബുൾസയും ഉണ്ടായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഒരു പടം ഇരുന്ന് കാണുവാണ്. ഈ വീഡിയോ എടുത്ത് വെച്ച് കുറച്ച് നാളായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏത് പടമാണ് കണ്ടതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ബ്രേക്ക് എടുക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഫിസിക്കലിയും മെന്റലിയും ഒക്കെ നമുക്കൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. സിനിമയൊക്കെ കണ്ടു തീർത്ത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു ചായ കുടിക്കണം എന്ന് കൊതിയായത്. അങ്ങനെ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ചായ ഉണ്ടാക്കി തരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എന്തായാലും നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇതുപോലെ നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് പുതിയ സ്ഥലങ്ങൾ കാണൽ മാത്രമല്ല, നമുക്ക് പരസ്പരം കൂടുതൽ അറിയാനും ഒരുമിച്ച് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതം ഇപ്പം എങ്ങനെയൊക്കെ ആണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എത്ര ബിസി ആയാലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇതുപോലെ കുട്ടി കുട്ടി യാത്രകളൊക്കെ നടത്താറുണ്ട്. രാവിലെ തന്നെ ഇതുപോലെയുള്ളൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതുപോലുള്ള വ്യൂ ഒക്കെ കണ്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് തോന്നുക. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിതാ റെഡിയായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മളിതാ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ നോക്കിയാലും നമുക്ക് ബാണാസുര സാഗർ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പൊറാട്ടയും മുട്ടക്കറിയും അതുപോലെ തന്നെ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായയും കോഫിയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 11 മണിയാണ് ചെക്കൗട്ട് ടൈം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ യാത്രയുടെ വിശേഷങ്ങൾ. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.